സർ, ഇപ്പം എൻ്റെ നിയോജക മണ്ഡലത്തിലെ ഒരു കാര്യം ഞാൻ പറഞ്ഞു. നമ്മൾ അവിടെ ഒരു താലൂക്ക് ആശുപത്രിയുണ്ട്. അതിൽ കുട്ടികളുടെയും സ്ത്രീകളുടെയും ആ കെട്ടിടം പൊളിച്ചു നബാർഡിൽ പ്രവൃത്തി ആരംഭിക്കാൻ ടെൻഡറും ചെയ്തു. അപ്പം നബാർഡിൻ്റെ കാലാവധി തീർന്നു. മുഖ്യമന്ത്രി അടക്കം എടുത്ത യോഗത്തിൽ തീരുമാനിച്ചത് അത് ബഡ്ജറ്റിൽ കൊണ്ടുവരാനാണ്. അതിനുവേണ്ടി ആരോഗ്യവകുപ്പ് ശ്രമിച്ചു, അതിനുവേണ്ടി ചീഫ് സെക്രട്ടറി അടക്കം ശ്രമിച്ചു. പക്ഷേ ആ തുക വെച്ചിട്ടില്ല. ഞാനതിവിടെ ആവശ്യപ്പെട്ടതാണ്. സർ, ഇത് എൻ്റെ മാത്രം ജോലിയല്ലല്ലോ. ആരോഗ്യ വകുപ്പിന് വേണ്ടിയിട്ടുള്ള താലൂക്ക് ആശുപത്രിയുടെ പണം ബഡ്ജറ്റിൽ വെക്കാനുള്ള കാര്യങ്ങൾ നീക്കേണ്ടത് ആരോഗ്യ വകുപ്പാണ്. അപ്പോൾ ആരോഗ്യ വകുപ്പിന് തന്നെ താലൂക്ക് ആശുപത്രി പൊളിച്ചിട്ടതിൽ യാതൊരു മനസങ്കോചവും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ട് എന്താ ഇവിടെ കാര്യം? ഇനിയിപ്പോൾ അവിടെ തീർന്ന പ്രവൃത്തി ഉദ്ഘാടനത്തിന് വേണ്ടി ഞങ്ങൾ ആരോഗ്യവകുപ്പ് മന്ത്രിയോട് പലതവണ പറഞ്ഞു. അപ്പോൾ എപ്പോൾ പറയുമ്പോഴും ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ അവിടുത്തെ ആളുകൾ പറയുന്നത് ശരി, നിങ്ങൾ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തോ, ഞങ്ങൾ വീട്ടിലിരുന്ന് ഓൺലൈനിൽ കൈയടിച്ചോളാം എന്നാണ് പറയുന്നത്. സർ, ഓൺലൈനിൽ ഒരാൾ പറയുമ്പോൾ പിന്നെന്തിനാ നമ്മൾ വെറുതെ അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യം? അപ്പോൾ ഈ ഓൺലൈൻ ഉദ്ഘാടനം ഒന്ന് അവസാനിപ്പിക്കണം. അത് കോവിഡ് കാലത്ത് നമ്മൾ അനുവദിച്ചു തന്ന ഒരു ആനുകൂല്യമാണ്. അത് വെച്ചുകൊണ്ട് കാലാകാലം ഇനി ഓൺലൈനിലുള്ള ഉദ്ഘാടനം അവസാനിപ്പിച്ച് അവിടെ എന്താ നടക്കുന്നതെന്നൊന്ന് നോക്കാം.